ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബോസ്, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനം തരുന്നു. ഇതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കിയ ഒരു 2 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും. അമ്മച്ചിയുടെ കയ്യിൽ എവിടെന്നാ കാശ്? എന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്. ഓ വെരി ഗുഡ്. എന്നാ ഇപ്പൊ നോക്കിയ ക്യാഷ് അക്കൗണ്ടിലുണ്ടോന്ന് നോക്കാം. എന്താ വല്യമ്മ? അവളുടെ ഒരു വല്യമ്മ. എത്ര പ്രാവശ്യം വിളിച്ചടി? വരാൻ ഇത്ര താമസം എന്ത്? പാത്രം കഴുകായിരുന്നു. നീ പ്രധാനമായിട്ട് എന്റെ സെർവന്റാ, അത് മറന്നു പോകരുത്. ഇല്ല. എനിക്ക് കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം. വെള്ളം ചൂടാക്കി കുളിമുറി കൊണ്ടുവയ്ക്ക്. ശരി. അത് മാത്രമല്ല, കുറച്ച് എണ്ണ, ഈഞ്ച, സോപ്പ്, ഷാംപൂ ഇതെല്ലാം കുളിമുറിയിൽ ഉണ്ടാവണം. കേട്ടോടി? കേട്ടു വല്യമ്മ. ചെല്ല്. ഇങ്ങനെ വിറപ്പിക്കണ ഇവളെ. അവളൊരു നേത്യാരമ്മ. ഇതെന്തോന്നടാ, കൊപ്രാക്കളോ? ഇവിടെ ഒരു പൂച്ചക്കാളിയെ പോലും കാണുന്നില്ലല്ലോ. നമ്മൾ എന്തിനാടാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു വിറച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് യാതൊരു പേടിയില്ലേ? എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതങ്ങ് കുറഞ്ഞ്. അല്ല, ഇവിടെ ആരെയും കാണാത്ത എന്താടാ? ഇവിടെ ആരും ഇല്ലേ? കുറുക്ക മരം പോലെ കിടന്ന് കൂവാണമ്മച്ചി. കൂവാതെ ഇവിടെ ആരെങ്കിലും കാണണ്ടേ? എന്റെ തള്ളയൊന്ന് അടങ്ങി നിൽക്ക്. ഇത് കളി വേറെയാ. എന്ത്? യു ആർ വെരി പങ്ക്ച്വൽ. കൃത്യസമയത്ത് തന്നെ വന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അല്ലെങ്കിൽ തന്നെ വലിയ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഐപികളല്ലേ ഈ അമ്മയും മോനും. ഇവർ ഈ നിലയിലാണോ അറിയപ്പെടേണ്ടത്? ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടേണ്ടവരാ ഈ 2 പേരും. ജയചന്ദ്രവർമ്മ ആൻഡ് ആര്യാദേവി മന്നാടിയാർ. മന്നാടിയാറൊന്നും അല്ല, ആര്യാദേവി വർമ്മ. അതെ, ഇയാള് ജയചന്ദ്രവർമ്മ. അയ്യോ, അതൊക്കെ ഒരു തമാശ കിട്ടതാ. വെറുതെ ജയാന്ന് വിളിച്ചാ മതി. അയ്യോ, ഞങ്ങള് വർമ്മ സാറിന്ന് വിളിക്കാം. സൗകര്യം എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ. അവന്റെ ഒരു തമാശ. തമാശയൊക്കെ ഞങ്ങളിപ്പോ തീർത്തു തരാം. ദേ നിൽക്കുന്നു നമ്പർ 1 ക്രിമിനൽ. ഇവരെയാ ആദ്യം അടി ചെല്ലൊടിക്കേണ്ടത്. പെണ്ണേ, ഷട്ട് അപ്പ്. പ്രായമൊന്നും ഞങ്ങള് നോക്കില്ല. നല്ല എല്ലാം ഊരിങ്ങെടുക്കും. വയസ്സാം കാലത്ത് സ്വന്തം മോനെയും കൂട്ടുപിടിച്ച് കോടികളുടെ തട്ടിപ്പിനിറങ്ങിയിരിക്കുക. നീയൊക്കെ എന്താണ് വിചാരിച്ചത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? കൊറിയറിൽ ഒരു കുറിപ്പും ഫോട്ടോയും വെച്ച് അയച്ചാ പേടിക്കുന്നവളാണ് ഈ കൊച്ചമ്മണി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് തെറ്റി. അങ്ങോട്ട് ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴേ നാട്ടിൽ 6 ഗുണ്ടകള് ഒരുമിച്ച് എന്നെ ആക്രമിക്കാൻ വന്ന്. മൂർഖൻ നാരായണൻ, അവന്റെ മക്കളായ അണലിക്കുട്ടപ്പൻ, ചങ്കുവരയൻ ചെല്ലപ്പൻ, ചേനത്തണ്ടൻ രാഘവൻ, വളവളപ്പൻ വേലായുധൻ, നീർക്കോലി കൊച്ചുകുഞ്ഞ് എന്നീ 6 ഗുണ്ടകൾ ഒന്നിച്ചെന്നെ ആക്രമിക്കാൻ വന്നു. ഞാൻ ഒറ്റയ്ക്കാണ് അവന്മാരെ നേരിട്ടത്. അന്ന് അവന്മാര് നാട് വിട്ടു പോയതാ, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നോട് കളി വേണ്ട കേട്ടോ. അയ്യോ, 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 എന്നെ ചെയ്യലേ, എന്നെ ഒന്ന് ചെയ്യലേ. നീ എന്തോന്നാടി കാണിക്കുന്നത്? ഇനി വാ തുറന്ന ഇതങ്ങ് പൊട്ടിക്കും.
രണ്ടെണ്ണത്തിനും കൂടെ ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. കൊല്ലല്ലേ, ഞാൻ എന്ത് പ്രായച്ചത് വേണമെങ്കിലും ചെയ്യാവേ. കൊല്ലല്ലേ, ഞാൻ നിരപരാധിയാണ്. ദേ, ഇവനാണ് എന്നെ ഈ കുഴിയെ കൊണ്ട് ചാടിച്ചത്. കൊല്ലല്ലേ മോളെ. കൊല്ലണോ വേണ്ടേന്ന് ബോസ് വരട്ടെ, അപ്പൊ തീരുമാനിക്കാം. അയ്യോ ബോസോ? അതാരാ പെങ്ങളെ ബോസ്? മര്യാദക്ക് നിന്നോ, ഇപ്പൊ വരും. ഓ പോസ്റ്റാ? അതാരാ? പോസ്റ്റ് അല്ല തള്ളേ, ബോസ്. ഇതാണാ ഒരു പോസ്? ഇതൊരു താസ് പോലും ഇല്ലല്ലേ. അമ്മേ, ഓടാവിടുന്ന്. 10 ചില്ലിക്കാശ് കയ്യിലില്ലാത്ത ഈ പീറ പെണ്ണാണ് ഒരു ബോസ്. ഒരു ബോസ്. ദേ, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനം തരുന്നു. ഇതിന്ന് ഞങ്ങളെ ഒഴിവാക്കിയ ഒരു 2 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും. അമ്മച്ചിയുടെ കയ്യിൽ എവിടെന്നാ കാശ്? എന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്. ഓ വെരി ഗുഡ്. എന്നാ ഇപ്പൊ നോക്കിയ ക്യാഷ് അക്കൗണ്ടിലുണ്ടോന്ന് നോക്കാം. എന്റെ അക്കൗണ്ടിൽ കാശില്ല മോളെ. അയ്യോ, എനിക്കൊരു നയാ പൈസ തരാതെ എല്ലാം ഒറ്റയ്ക്ക് വിഴുകാൻ നോക്കിയപ്പോ ഓർക്കണമായിരുന്നു. അയ്യോ, എന്റെ കാശ്, എന്റെ കാശ്. ക്യാഷൊക്കെ ഇന്നലെ തന്നെ കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. ഓ മാറ്റി. കൊച്ചമണി വല്യമ്മയ്ക്കും ജയേട്ടനും ഞാനാരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല സാന്ദ്ര. സെക്യൂരിറ്റീസിനെ കൊണ്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ. തല്ലാനൊക്കെ വരട്ടെ, സമയായിട്ടില്ല. ഈ നിൽക്കുന്ന ഋതിക മാഡം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഇന്ത്യയിലും വിദേശത്തും അനവധി ബിസിനസ് സ്ഥാപനങ്ങളും കോടാനുകോടി സ്വത്തുക്കളും സ്വന്തമായുള്ള സൂര്യമംഗലത്തെ ഋതിക വർമ്മ മാഡം. ലളിതമായ ജീവിതം നയിച്ച് ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഭാര്യയായി യാതൊരു ജാടയുമില്ലാതെ ജീവിക്കുകയാണ് ഞങ്ങളുടെ ഈ ബോസ്. ഇന്ത്യയിലും UAE-ലുമായിട്ടുള്ള ഹോട്ടൽസ്, സ്പിന്നിംഗ് മിൽസ്, പിന്നെ സൂര്യമംഗലം എക്സ്പോർട്ടേഴ്സ്, സൂര്യമംഗലം ട്രാൻസ്പോർട്ടേഴ്സ്, സൂര്യമംഗലം ഡിസ്റ്റിലറീസ്, സൂര്യമംഗലം കൺസ്ട്രക്ഷൻസ്, അങ്ങനെ അനേകം സ്ഥാപനങ്ങൾ. 10,000-കണക്കിന് പേരാ മാഡത്തിന്റെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ MD ഒരു പീറ പെണ്ണെന്ന് വിളിച്ച് നിങ്ങളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മരണമല്ലാതെ മറ്റൊരു ശിക്ഷയുമില്ല. മാപ്പാക്കണം മേഡം, മാപ്പാക്കണം, മാപ്പാക്കണം മേഡം, മാപ്പാക്കണം. നോവിനാലേ